എന്നുവെച്ചാൽ എന്തായാലും ഈ യുദ്ധം ഇന്ന് 3 ആഴ്ചയായി തുടങ്ങിയിട്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, 21ാമത്തെ ദിവസമാണ്. നമ്മളെല്ലാവരും കരുതിയത് തുടങ്ങിയ ഒരാഴ്ച അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് സകല പരിപാടിയും കഴിഞ്ഞ് ഇറാനെ ചുരുട്ടിക്കെട്ടി പരിപാടി അവസാനിക്കുമെന്നാണ്. പക്ഷേ ഇതിപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയായി എല്ലാ രാജ്യങ്ങളും, ലോകത്തിന് തന്നെ ഒരു വലിയൊരു പ്രതിസന്ധിയായി ഇതിപ്പോൾ മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം 21 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചരിത്രത്തിലാദ്യം ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത്. ഭരണപരമായ നേതൃത്വം അമ്പാടെ തീർന്നു, സൈനിക തലവന്മാരെല്ലാം തീർന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഭരണ പ്രതിസന്ധിയുണ്ട്. മാത്രമല്ല എനിക്കിപ്പോൾ സംശയമുള്ളത് ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് മിസൈൽ ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത്, കരുതൽ ശേഖരമുള്ളതെന്ന് പറയുന്നു. പക്ഷേ മിസൈൽ ലോഞ്ചേഴ്സും കാര്യങ്ങളും എല്ലാം അമ്പാടെ നശിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ ഗ്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു AI സംവിധാനമുണ്ട്. അത് ഇറാൻ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഈ ഗ്രോക്ക് എന്ന് പറയുന്ന AI എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വ്യാജ വാർത്തകളെ ഫിൽട്ടർ ചെയ്ത് യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് പറയാൻ സഹായിക്കും. ഇപ്പൊ ഗ്രോക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ 80% ഒക്കെ തീർന്നു കഴിഞ്ഞു. അവരുടെ കരുതൽ ശേഖരം ഉണ്ടെങ്കിൽ തന്നെയും മിസൈൽ ലോഞ്ചേഴ്സ് എല്ലാം യുദ്ധ സംവിധാനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു പൊട്ടിക്കൽ കൂടി മാത്രമേ. നമ്മൾ കൊടുത്തൊരു വാർത്തയിൽ 500 മിസൈൽ ലോഞ്ചർ ഉണ്ടായിരുന്നു ഇറാൻ, ഇപ്പൊ 100 ഉള്ളൂ എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ ഇറാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യുദ്ധം വെച്ചിട്ട് അങ്ങനെ സംസാരിക്കാൻ ശരിയാണെന്ന് അറിയില്ല. പക്ഷെ ആത്യന്തികമായി ഇറാൻ അതിന്റെ ഏറ്റവും അവസാനത്തെ അണയാൻ പൊന്തി ആളിക്കത്തുന്ന രീതിയിലാണ്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം നമ്മളിന്ന് സംസാരിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ കാലുമാറ്റത്തെ കുറിച്ചാണ്. ട്രംപ് ആദ്യഘട്ടത്തിൽ, അതായത് ട്രംപ് അത് സത്യപ്രതിജ്ഞ മുതൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ ലോകത്തിലെ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ ആളാണ്. പക്ഷേ അടിസ്ഥാനപരമായി ട്രംപ് വന്നു കഴിഞ്ഞാൽ യുദ്ധമെല്ലാം ആരംഭിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര യുദ്ധങ്ങൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ അടുക്കളയിലേക്ക് യുദ്ധം വന്നപ്പോഴാണ് ഇത് എത്രത്തോളം ഭീതി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുക്കം ഇറാൻ ഡീഗോ ഗാർഷ്യയിലേക്ക് മിസൈൽ അയച്ചിരിക്കുന്നു. 2 അയച്ചു. ഒരെണ്ണം പാതി വഴിയിൽ ഒരെണ്ണം പരാജയപ്പെട്ടു. മറ്റൊന്ന് അമേരിക്ക ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഡീഗോ ഗാർഷ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ സൈനിക താവളമാണ്. ആ സൈനിക താവളം ലക്ഷ്യമാക്കി വരിക എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ചുകൊണ്ട് എത്ര കിലോമീറ്റർ ദൂരത്തേക്കാണ് അവർ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഇന്ത്യയുമായിട്ട് വളരെ അടുത്തുള്ള സ്ഥലമാണ് ഈ ഡീഗോ ഗാർഷ്യ. കാരണം മാലദ്വീപിനടുത്താണ് ഈ ഡീഗോ ഗാർഷ്യ സ്ഥിതി ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ദ്വീപ് സമൂഹത്തെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതത്ര നിസ്സാരമായി കാണേണ്ട ഒരിക്കലുമല്ല. മാത്രമല്ല ഈ ഇസ്രായേലിന്റെ ഒരു പ്രശ്നം, ഞാൻ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമുക്കറിയാം ഒരു ജൂത സമൂഹം നേരിട്ട പീഡനങ്ങൾ കാരണം ആ രാജ്യത്തിന് ചെറുത്ത് നിൽക്കാൻ നിവൃത്തിയില്ല എന്നുള്ള യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കിയതുകൊണ്ടാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഒരു പ്രശ്നം, അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു താഴെ ഇടും. പ്രധാനമായിട്ടും ഇറാന്റെ എണ്ണപ്പാടങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അറ്റാക്കുകളൊന്നും അമേരിക്കയുടെ പ്രശ്നം അതാണ്. അമേരിക്ക നിർത്താമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ നിർത്തുമെന്നുള്ളതാണ് വരുന്ന ചോദ്യം. അതാണ്. അപ്പൊ എണ്ണപ്പാടങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നു. അത് ഇന്നലെ പ്രശ്നമായി. പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ നെതന്യാഹു ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഒരു ഗതികേടിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇസ്രായേൽ തന്നെ അവസാനം പറഞ്ഞു, ഞങ്ങൾ ഈ ആക്രമിക്കുന്നൊന്നും അമേരിക്കയോട് ചോദിച്ചിട്ടല്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലേക്ക് വന്നു. ഈ ഇറാനെ ലക്കാനുമില്ല. അവരെന്ത് ചെയ്യുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക എണ്ണപ്പാടങ്ങളെയും ഗൾഫിലെ റിഫൈനറികളെയും കേന്ദ്രീകരിച്ചിട്ട് ആക്രമിക്കുകയാണ്. ഇതിൽ 2 തരത്തിലുള്ള പ്രശ്നമുണ്ട്. ഒന്ന്, സ്വാഭാവികമായി ഉണ്ടാകുന്ന വിലക്കയറ്റവും ഭക്ഷ്യക്ഷാമവും എണ്ണക്ഷാമവും ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നതുമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ GCC കൺട്രീസിലെ 10-12 രാഷ്ട്രങ്ങൾ അമേരിക്കയുടെ സഖ്യശക്തിയായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആണല്ലോ. കാരണം അവരുടെ ഉദാഹരണത്തിന് ബഹ്റൈനിലുള്ള അമേരിക്കയുടെ കേന്ദ്രത്തിലൊക്കെ തന്നെ ഖത്തറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി വാതക ശുദ്ധീകരണ പ്ലാന്റിലടക്കമാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ലോകത്തെ ഏറ്റവും അധികം രാജ്യങ്ങൾക്ക് രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകം ഒരു കേന്ദ്രത്തെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ്. നശിപ്പിച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിലല്ല. ഒരു പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അതിനൊരു ചെറിയ തടസ്സമുണ്ടായാൽ പോലും എണ്ണ വിതരണത്തെ, പ്രകൃതി വാതക വിതരണത്തെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ട്രംപിന് പറയേണ്ടി വന്നു. ഞാൻ ആലോചിക്കുകയാണ്, അതായത് ഈ പറഞ്ഞതുപോലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ ട്രംപ് തന്നെയാണ് ജപ്പാനിൽ ഒക്കിനാവയിൽ നിന്ന് 12,500 മറീനുകളെ കാർഗദ്വീപെ ആദ്യം അറ്റാക്ക് ചെയ്തതും ട്രംപാണ്. അപ്പൊ യുദ്ധത്തിൽ ട്രംപ് ആദ്യം അവിടുത്തെ സൈനിക താവളങ്ങളെ, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു 80% മുകളിലുള്ള എണ്ണ കയറ്റുമതിയും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ഈ കാർഗദ്വീപിലാണ്. ഈ കാർഗദ്വീപിൽ ആദ്യം സൈനിക താവളങ്ങളെ ആക്രമിച്ചെന്ന് പറയുന്നു.
തൊട്ടടുത്ത മണിക്കൂറിനുള്ളിൽ അടുത്ത ആക്രമണം നടക്കുന്നു. അതവിടുത്തെ എണ്ണ പ്ലാന്റുകളെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയത്. വീണ്ടും ഈ മറീനുകളെയാണ് വിട്ടുകൊണ്ട് ആക്രമിക്കാൻ നോക്കുന്നു. അടിസ്ഥാനപരമായി എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാകും. മാത്രമല്ല ഈ ചൈനയും റഷ്യയൊക്കെ പോലുള്ള രാജ്യങ്ങളിൽ ഇടപെടാൻ വന്നാൽ, കാരണം 3 ആഴ്ചയായി, ഇനി ചിലപ്പോൾ ഇടപെടുമായിരിക്കും അവർ, ഇനി ആൾക്കാർ ഇടപെടും പരസ്യമായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം ഈ ലോകത്ത്. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ള ഇന്ത്യക്ക് തന്നെയാണ് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് ചെയ്യാൻ കഴിയുന്നതെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നിരന്തരമായി ലോക നേതാക്കൾ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നരേന്ദ്രമോദിക്ക് പക്ഷേ സാധിക്കും. കാരണം UAE അംബാസഡർ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ലോകത്തൊരാകെ സാധിക്കും നരേന്ദ്രമോദിക്കാണ്. പക്ഷേ ഇതിനൊരു പരിമിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ എന്നുള്ളതാണ്. അല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് നെതന്യാഹു നമ്മൾ ഇസ്രായേലിനുള്ള സ്നേഹബന്ധത്തിന്റെ പേരിൽ. പക്ഷെ അവിടെ പരിമിതി ഉള്ളത്, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇന്നലെ നടത്തിയ പത്രപ്രസ്താവന, അദ്ദേഹം പബ്ലിക്കായിട്ട് വീണ്ടും അപ്പിയർ ചെയ്ത സമയത്ത്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ എനിക്ക് വന്ന സമയത്ത് ഇന്നലെ അദ്ദേഹം പബ്ലിക്കായിട്ട് അഡ്രസ്സ് ചെയ്ത സമയത്ത് പറഞ്ഞത്, ഞാൻ ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളിലെ തലവന്മാരോട് സംസാരിച്ചു. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ളത്, അവർ സൈലൻ്റായി, അല്ലെങ്കിൽ അവരെന്നോട് ഔദ്യോഗികമായല്ല അല്ലാതെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് കൃത്യമാണ് എന്നുള്ളതാണ്. അതായത് ഇവരിത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഇസ്രായേലിന്റെ ഭാഗത്തൊരു നീതിയുള്ളത്, ഈ ഭരണ നേതൃത്വത്തെ മാറ്റിയില്ലെങ്കിൽ, ഇപ്പം എന്താ പറയുക, ഖമനേയ്ക്ക് പകരം മൊജിദബ പോയാൽ വേറൊരാൾ വരും. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ അടിസ്ഥാനപരമായി ഇസ്ലാമിക് റജീമിനെ താഴെ ഇറക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല എന്നൊരു അവസ്ഥയുണ്ട്. അവിടുത്തെ ആളുകൾക്കും അത് ആവശ്യമാണ്. അപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ LPG ബുക്ക് ചെയ്തിട്ട് കുറെ ദിവസം എനിക്ക് ബുക്കിംഗ് കിട്ടിയില്ല. അപ്പൊ എന്റെ ജീവിതത്തിലും അത് ബാധിച്ചു. നമ്മുടെ ഈ ഭാഗത്തുള്ള എത്രയോ കടകൾ, തട്ടുകടകളില്ല. ഇപ്പൊ ശ്രദ്ധിച്ചോ, തട്ടുകട ചായ ഇല്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ തട്ടുകടയുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ആ കട ചെറുപ്പക്കാർ തമിഴ്നാട്ടുകാരാണ് അവർ ചെറുപ്പക്കാർ. ഞാൻ ചോദിച്ചു എന്താണ് അവസ്ഥ. അപ്പോൾ അവർ പറഞ്ഞില്ല, ചേട്ടാ ഞങ്ങളിപ്പം ചായ ചെയ്യുന്നില്ല, കാരണം ഈ സമൂഹം ഇത് തീ ഫുൾ ടൈം കത്തിച്ചിടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തണുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള ലൈറ്റായിട്ടുള്ള ഭക്ഷണമൊക്കെ സ്നാക്സ് കൊണ്ടായി കൊടുക്കുന്നേ ഉള്ളൂ. അതിന് എത്ര ദിവസത്തേക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നില്ല. ആളുകളും വിറകടുപ്പിലേക്കൊക്കെ തിരിഞ്ഞു, ഓൾട്ടർനേറ്റീവ്സിലേക്ക് പോകുന്നു. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് ശാശ്വതമായ ഒരു കാര്യമല്ല. ഇപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് എങ്ങനെയാണ് വിറക് എടുത്തുകൊണ്ട് നടക്കില്ല, അത് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല. ഇന്ത്യയുടെ നയതന്ത്രമൊക്കെ വിജയിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ശിവാലിക്കിനെയും കപ്പലിനെയും ഒക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ കപ്പലുകൾ അവിടെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ട്. 60-ലധികം വരുന്ന ഇന്ത്യയുടെ നേവി ഉദ്യോഗസ്ഥർ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഹോർമൂസ് കടലെടുക്ക്, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധം അവർക്ക് തരിപ്പണമാകുന്ന സാഹചര്യമായപ്പോൾ ഹോർമൂസ് പോലൊരു നിർണായകമായ കടലിടുക്കിനെ കയ്യിൽ വെച്ച് ബന്ധിയാക്കി വെച്ചുകൊണ്ട് ലോകത്തിനോട് വില പേശിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. അതിനെയും അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ആത്യന്തികമായ ഒരു കൂടിയാലോചനകൾ, ആര് കൂടിയാലോചിക്കും എന്നുള്ളതൊക്കെ പ്രധാന ചോദ്യമാണ്. അവിടെയാണ് മനസ്സിലൊരു ചോദ്യം വരുന്നത്, ഈ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ അവിടെ പോയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അഡ്രസ്സേ ഇല്ല. ഐക്യരാഷ്ട്രസഭയാണ് ഇതിൽ ഇടപെടേണ്ടത്. പണ്ട് ലോകത്ത് പലപ്പോഴും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകും, ഐക്യരാഷ്ട്രസഭ ഇടപെടും. ഐക്യരാഷ്ട്രസഭ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. മാത്രമല്ല, മുമ്പൊരിക്കലും നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവരൊക്കെ തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നതെന്ന്. ഐക്യരാഷ്ട്രസഭ ഇടപെടണം. മാത്രമല്ല വേറെ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ട്. ട്രംപ് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്, ബോർഡ് ഓഫ് പീസ്. അതിന് PESE ആണോ PAEC ആണോ എന്നാണ് നമ്മളിപ്പോൾ നോക്കേണ്ടത്. പീസ് ആക്കി മാറ്റാനുള്ള പരിപാടിയാണെന്നുള്ളതാണ്. എന്തായാലും അടിസ്ഥാനപരമായി സമാധാന ചർച്ചകൾ അടിയന്തരമായി തുടങ്ങേണ്ടതുണ്ട്. എനിക്ക് മനസ്സിലാവാതെ ഇത്രയും തകർന്ന് തരിപ്പണമായിട്ട് ഈ ഇറാൻ എവിടെ നിന്നാണ് ഇത്ര കോൺഫിഡൻസ് എന്നുള്ളതാണ്. അവർ ഇറങ്ങാൻ തയ്യാറല്ല. അവർ ആ ഇസ്ലാമിക് റജീമിനെ മുറുകെ പിടിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാതെ എനിക്ക് നിവൃത്തിയില്ല. ഇത്രയും അധികം ആളുകൾ കൊല്ലപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇറാന് വേണ്ടി കരയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണത്തിലും ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. സെലക്റ്റീവ് കണ്ണീർ നടത്തുന്നവർ അതുകൂടിയൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. എല്ലായിടങ്ങളിലും യുദ്ധസമാന സാഹചര്യം, എല്ലായിടത്തും കൊല്ലപ്പെടുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പേരുള്ളത്, ലോകത്തെമ്പാടുമുള്ള കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും ഒക്കെ പേരുണ്ട്. ഇതിനെ കൂടെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഗ്രിപ്പ് നഷ്ടപ്പെടുകയാണ് ട്രംപിന്റെ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നമ്മളും ഭയപ്പെട്ടിരിക്കേണ്ട അവസ്ഥയാണ്.